മോർണിംഗ്. അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ അക്യുമുലേഷൻ അല്ലേ, ഓർ കണ്ടൻസേഷൻ. നമ്മൾ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് എന്താവും, ലിക്വിഡ് ഫോമിലേക്ക് മാറുന്ന, അതാണ് ഫിസിക്കൽ പ്രൊസീജിയർ അല്ലേ. അതേപോലെ തന്നെ ബോസോൺസ്, എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ബോസോൺസ് മുഴുവൻ ഏത് സ്റ്റേറ്റിലേക്ക് വരും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബോസോൺസിന് ഏത് സ്റ്റേറ്റിലേക്ക് വന്ന് അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്ന് എത്ര ആൾക്കാരുണ്ടെങ്കിലും അതിനൊക്കെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആക്സെപ്റ്റ് ചെയ്യും. എത്ര ആൾക്കാരുണ്ടെങ്കിലും അവർക്കൊക്കെ അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഗ്രൗണ്ട് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള പോലെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കിളുകളും ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വന്ന് കണ്ടൻസ് ചെയ്യും, മടിയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ്, ദാറ്റ് ഈസ് ലീഡിങ് ടു ദ ഫിനോമിന ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷനും കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഒരു സ്റ്റേറ്റിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ വരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആവുന്ന പ്രൊസീജിയറിൽ എന്താണ്, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ, അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് അവിടെ സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ. അത് പാർട്ടിക്കിളുകൾ ഇപ്പോൾ വേപ്പർ ഫോം എന്ന് പറഞ്ഞാൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വളരെ കുറഞ്ഞ ഒരു കണ്ടീഷനാണ്. പക്ഷേ കണ്ടൻസ് ചെയ്യുന്നതോറും ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കൂടുകയും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കൂടുകയും അങ്ങനെ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ബോസോൺസിൻ്റെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞെന്താണ്, ഐഡിയൽ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസ് ഇവിടെ നെഗ്ലിജിബിൾ ആണ്. ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസ് നെഗ്ലിജിബിൾ ആയിട്ടും ഇങ്ങനെ കണ്ടൻസേഷൻ നടക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, മറ്റത് ക്ലാസിക്കലി നമുക്ക് പറയാവുന്നതാണ്, പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിൽ മാത്രമാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞതാണ് n0ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്നു വെൻ z is equal to 1 and that is leading to the phenomena of Bose-Einstein condensation. ഓക്കെ, നമ്മളിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. n0 ഈക്വൽ ടു z ബൈ 1 മൈനസ് z ആണ്. അപ്പോൾ n0 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ബൈ 1 മൈനസ് z പ്ലസ് 1, ഇവിടെ LCM എടുക്കുക. അപ്പോൾ z 1 മൈനസ് z ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് z വരും. z പ്ലസ് 1 മൈനസ് z പ്ലസ് z മൈനസ് z ക്യാൻസൽ ചെയ്യും. 1 ബൈ 1 മൈനസ് z എന്നാണ് എന്ത് കിട്ടുക, n0 പ്ലസ് 1ൻ്റെ വാല്യൂ കിട്ടുക. n0 ഇസ് ഈക്വൽ ടു z ബൈ 1 മൈനസ് z. n0 പ്ലസ് 1 എന്ന് പറയുന്നത് 1 ബൈ 1 മൈനസ് z. രണ്ടും ഡിവൈഡ് ചെയ്യാം, 1 മൈനസ് zകൾ ക്യാൻസൽ ചെയ്യും. n0 ബൈ n0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ z ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യൂ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ P/kTയുടെ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5a. Go to this equation, P/kT is equal to minus 2 pi by h cube to m raised to 3 by 2, 0 to infinity, integral 0 to infinity epsilon raised to half log 1 minus z e raised to minus beta epsilon d epsilon minus log 1 minus z by b അല്ലേ. ഇതിൽ ഈ സെക്കൻഡ് ടേം മാത്രമാണ് നമ്മളിനി ഒന്ന് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് ടേമിൻ്റെ ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സെക്കൻഡ് ടേം ഇതാണ്, മൈനസ് 1 ബൈ ബി ലോഗ് 1 മൈനസ് z അല്ലേ. ഇവിടെ z-ൻ്റെ വാല്യൂ എന്താ, n0 ബൈ n0 പ്ലസ് 1. ഓക്കെ, മൈനസ് 1 ബൈ വി ലോഗ് 1 മൈനസ് z-ന് പകരം ഈ z-ന് പകരം എന്ത് കൊടുത്തു, z ഇസ് ഈക്വൽ ടു n0 ബൈ n0 പ്ലസ് 1, n0 ബൈ n0 പ്ലസ് 1 കൊടുക്കുക. z ഇസ് ഈക്വൽ ടു അത് കൊടുത്തു കഴിഞ്ഞു. വീണ്ടും LCM എടുക്കുക. അപ്പോൾ n0 പ്ലസ് 1 മൈനസ് n0 ഓൾ ഡിവൈഡ് ബൈ n0 പ്ലസ് 1 വരും. അപ്പോൾ പ്ലസ് n0യും മൈനസ് n0യും ക്യാൻസൽ ചെയ്യും. 1 ബൈ n0 പ്ലസ് 1 വരും. ദാറ്റ് ഈസ് വി റൈസ് ടു മൈനസ് 1 ലോഗ് n0 പ്ലസ് 1. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ലോഗ് 1 ബൈ n0 പ്ലസ് 1 ആണ്. അപ്പോൾ ലോഗ് n0 പ്ലസ് 1 ഓൾ റൈസ് ടു മൈനസ് 1 എഴുതാം. ആ മൈനസും ഇവിടെയുള്ള മൈനസും ലോഗ് a റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ b ലോഗ് a ആണ് അല്ലേ. അപ്പോൾ ആ മൈനസ് 1 മൈനസും പോയിട്ടാണ് ഇവിടെ 1 ബൈ വി ഇൻറ്റു ലോഗ് n0 പ്ലസ് 1 ആയത് കേട്ടോ. ലോഗ് 1 ബൈ എന്നുള്ളതാണ്. 1 ബൈ എന്ന് പറയുന്നത് റേസ് ടു മൈനസ് 1 എഴുതാം. ലോഗരിതം ഓഫ് എനി ടേം റേസ് ടു എന്ന് പറയുന്ന ടേം ഉണ്ടെങ്കിൽ റേസ് ടു എ റേസ് ടു ബി എന്നാണെങ്കിൽ ബി ഇൻറ്റു എന്നാണ്. അപ്പോൾ മൈനസ് എന്നുള്ള ടേം ഇവിടെ വരും. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി 1 ബൈ വി ഇൻറ്റു
log n0 plus 1. Okay, so v raised to minus 1 log n0 plus 1 ആണ് എന്ത് സെക്കൻഡ് ടേമിൻ്റെ കണ്ടീഷൻ. ഇവിടെ വോള്യം കൂടിക്കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ക്യൂബ് ചെയ്യാവുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ ഉണ്ടാവും. ദാറ്റ് വോള്യൂം നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ. ദെൻ ഈ സെക്കൻഡ് ടേമിൻ്റെ കണ്ടീഷൻ നോക്കുക. n0 plus 1 by n എന്ന് എഴുതിയ പോലെ വോള്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്യൂം ഈസ് പ്രൊപ്പോർഷണൽ ടു n. വോള്യൂം കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കൂടാം. ഡയറക്റ്റ് റിലേഷനാണ്. ക്വാണ്ടം ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വേരിയബിൾ ആണ്. സോ ആൻഡ് ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വോള്യൂം. അപ്പോൾ വി കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ -1/v log 1 minus z എന്നുള്ള സംഭവം ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് log n/n. n is okay, log n0 plus 1 ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള n plus 1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീഅറേഞ്ച്മെൻ്റ് ആണ്. എന്നിൻ്റെ വാല്യൂ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഈ ബോസോൺസ് എന്നൊക്കെ പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നത് വളരെ വലിയൊരു ക്വാണ്ടിറ്റിയാണ് അല്ലേ. സിൻസ് n ഈസ് വെരി ലാർജ്, log n log ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് വിചാരിക്കും. n ഈസ് അവോഗാഡ്രോ ഓഫ് ദ ഓർഡർ 10⁻23 അല്ലേ. ഇപ്പോൾ log n എടുത്തു കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുക? 23 മാത്രമാണ്. log ഓഫ് 10⁻23. സപ്പോസ് ആ 2.03 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചു, 10 to the base ഒക്കെ ആക്കി മാറ്റി. എന്നാലും 23 into 2.3 എന്നുള്ള ആൻസർ മാത്രമേ വരുള്ളൂ. ഡിനോമിനേറ്ററിൽ വരിക 10⁻23 ആണ്. 10⁻23നെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ 23 എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ 23/10⁻23 ഈസ് അപ്രോക്സിമേറ്റ്ലി വെരി സ്മോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1/v log 1 minus z എന്നുള്ള ടേം വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള വളരെ സ്മോൾ ഫ്രാക്ഷനാണ് വരിക. പക്ഷേ p/kt എക്സ്പ്രഷനിൽ നമ്മൾ പറഞ്ഞ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷേ കൺസിഡർ ചെയ്ത സമയത്ത് അത് നമ്മൾ ഈ ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് കൺസിഡർ ചെയ്യാത്ത എക്സ്പ്രഷനാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അത് എക്സ്പ്രഷൻ എഴുതി എന്നിട്ട് നമ്മൾ അതിൻ്റെ എത്രത്തോളം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോൺട്രിബ്യൂഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ആ ടേം -1/v into log 1 minus z എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്, നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടുള്ള ഒരു ടേമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻ എന്താക്കി മാറ്റാം, ഇതിലെ ആ 1/v into log 1 minus z എന്നുള്ള ടേം നമുക്ക് ഈ എക്സ്പ്രഷനിൽ നിന്ന് ഒഴിവാക്കാം. n/vയുടെ കേസിൽ പറ്റില്ല, p/kt എക്സ്പ്രഷനിലാണ് പറഞ്ഞത്. log 1 minus z/v എന്ന് പറയുന്ന ടേം നമുക്ക് അതിനെ ഒഴിവാക്കാം. അപ്പോൾ ബാക്കി വരാൻ എന്താണ് -2π/h³ 2m all raised to 3/2 integral 0 to infinity epsilon raised to half log 1 minus z e raised to minus beta epsilon d epsilon എന്നുള്ള എക്സ്പ്രഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് p/ktയുടെ എക്സ്പ്രഷനാണ്. അതിൽ എങ്ങനെയാണ് ലോഗരിതത്തിൻ്റെ ഇത് സെക്കൻഡ് ടേമിൻ്റെ സെക്കൻഡ് ടേം എങ്ങനെയാണ് ഇല്ലാതെയായതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, നൗ ഈ ഇൻ്റഗ്രേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. എപ്സിലോൺ റേസ് ടു ഹാഫ് ലോഗ് 1 minus z e raised to minus beta epsilon എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡൺ. പലതരത്തിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് മുമ്പ്. ബീറ്റ എന്ന് പറയുന്നത് 1/kt ആണ്, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ p²/2m ആണ്. ഇതിങ്ങനെ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു x എന്ന് കൊടുക്കുക. x എന്ന് കൊടുത്തിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്താലും മതി. ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ബീറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു p²/2m kt ഇസ് ഈക്വൽ ടു x എന്ന് കൊടുത്തു. ഞാൻ ചെയ്ത മെത്തേഡ് നേടൂ. യു ക്യാൻ ടേക്ക് എനി മെത്തേഡ്. അപ്പോൾ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എന്താ, x/β അല്ലേ. എപ്സിലോൺ ഇസ് ഈക്വൽ ടു x/β എന്നല്ലേ വരിക. അപ്പോൾ x/βയ്ക്ക് പകരം kt, 1/βയ്ക്ക് പകരം kt. ബീറ്റ ഇസ് ഈക്വൽ ടു 1/kt ആണ്. അപ്പോൾ 1/β ഇസ് ഈക്വൽ ടു kt എന്ന് വരും. അപ്പോൾ എപ്സിലോൺ ഇസ് ഈക്വൽ ടു kt ഇൻറ്റു x ആയിട്ട് മാറും. അതേപോലെ എപ്സിലോൺ റേസ് ടു ഹാഫ്, ഇതിന് ജസ്റ്റ് റൂട്ട് എടുക്കുക. kt റേസ് ടു ഹാഫ് x റേസ് ടു ഹാഫ് d epsilon is equal to kt into dx. ഇതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2π/h³ 2m all raised to 3/2 അതിലൊന്നും മാറ്റില്ല. ഇൻ്റഗ്രൽ 0 to infinity, ദാറ്റ്സ് ഓക്കെ.
then kt raised to half, epsilon raised to half എന്നുള്ളതാണ് ഫസ്റ്റ് ടേം അല്ലേ. അപ്പോൾ അതിന് പകരം kt raised to half x raised to half എന്നാക്കി. log 1 minus z e raised to minus beta epsilon പകരം ബീറ്റാ എപ്സിലോണിന് പകരമാണ് എക്സ് അല്ലെ. അത് മൈനസ് e raised to minus x ഇൻറ്റു ഡി എപ്സിലോണിന് പകരം kt ഇൻറ്റു ഡി എക്സ്. ഇതിലെ കോൺസ്റ്റൻസിനൊക്കെ ഇൻ്റഗ്രേഷനിൽ ബന്ധപ്പെട്ട വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ബാക്കിയുള്ള kt എന്ന് പറയുന്ന ടേം കോൺസ്റ്റൻ്റ് ആണ്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ദാറ്റ് ഇൻ്റഗ്രൽ. ദെൻ മൈനസ് 2π ബൈ h ക്യൂബ്, 2m raised to 3/2 ഓൾറെഡി പുറത്തുണ്ട്. പിന്നെ ഇവിടെ kt ഇൻറ്റു kt raised to half, ദാറ്റ് ഇസ് kt raised to 3/2 ആണ്. അപ്പോൾ 2m kt all raised to 3/2 എന്നുള്ള ഫോമിൽ മാറ്റി എഴുതിയതാണ്. ഇൻ്റഗ്രൽ 0 to infinity x raised to half log 1 minus z e raised to minus x dx. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ ഉള്ളത്. ഓക്കെ, നൗ മൈനസ് 2π ഈ എച്ച് ക്യൂബ് 2π ബൈ എച്ച് ക്യൂബ് അല്ലേ, ആ എച്ച് ക്യൂബ് നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി 2m kt all raised to 3/2 ഈ ടൈം ഈ എച്ച് ക്യൂബ് ഇപ്പുറത്തേക്ക് എഴുതി. ബാക്കിയൊക്കെ അതേപോലെ തന്നെ, ഫസ്റ്റ് അതേപോലെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യാം, അവിടെ പൈ മാത്രമേ ഉള്ളൂ അല്ലേ. ഞാൻ ഈ പൈനെ നമുക്ക് π raised to 3/2 ആക്കാം. π raised to 3/2 ആണ് π ഇൻറ്റു π raised to half. π ഇൻറ്റു π raised to half എന്ന് പറഞ്ഞാൽ π raised to 3/2 ആണ് അല്ലേ. ഒരു π raised to half കൊണ്ട് ഞാൻ എങ്ങനെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഈ ടൈമിനെ ഒരു π raised to half കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -2 ബൈ π raised to half. ഈ π ഇൻറ്റു π raised to half എന്ന് പറഞ്ഞാൽ π raised to 3/2 ആണ്. അതിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 2πm kt all raised to 3/2 by h cube log 1 minus d raised to minus x raised to half dx. ജസ്റ്റ് ഈ x raised to half പുറത്തേക്ക് എഴുതി എന്നുള്ള മാത്രമാണ് കേട്ടോ. അത് നമ്മൾ ആ ഇൻ്റഗ്രേഷൻ ഫംഗ്ഷൻ കൂടെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ എന്താണ്, ഈ ടേമൊക്കെ അത് പുറത്തുള്ള ടേമൊക്കെ അതേപോലെ തന്നെ കിട്ടുക. -2 ബൈ π raised to half. യെസ് യു നോ h by root of 2πm kt എന്ന് പറയുന്നത് ലാംഡയാണ്. h by root of 2πm kt is lambda, that is mean thermal wave. അപ്പോൾ h cube by 2πm kt all raised to 3/2 എന്ന് പറഞ്ഞാൽ h cube by 2πm kt all raised to 3/2 എന്ന് പറഞ്ഞാൽ ലാംഡ ക്യൂബാണ്. h cube by 2πm kt all raised to 3/2 is ലാംഡ ക്യൂബ് അല്ലേ. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് ലാംഡ ക്യൂബ്. 2πm kt all raised to 3/2 by h cube is the inverse of lambda cube അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് പകരം 1 by lambda cube എന്നുള്ള ഫോമാറ്റിലാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നൗ ഇതിവിടെ ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ നമ്മൾ എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്ന റൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ലോഗിൻ്റെ ടേമുള്ളത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും x raised to half എന്നുള്ളത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് നമ്മൾ മാറ്റി. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു log 1 minus d raised to minus x ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് x raised to half ഇൻ്റഗ്രൽ x raised to half പ്ലസ് 1 ബൈ ഇത് വരും ഹാഫ് പ്ലസ് 1. x raised to n ഇൻ്റഗ്രൽ x raised to n plus 1 ബൈ n plus 1 അല്ലേ. ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 എന്ന് വരും. x raised to 3/2 by 3/2. x raised to 3/2 by 3/2 ആണ്. ഈ by 3/2 is equal to into 2/3. ഒരു സാധനത്തിനെ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അതേ സാധനത്തിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് തുല്യമാണ്. സോ ദാറ്റ് ഇസ് വൈ ഇവിടെ ഇൻറ്റു 2/3 എന്നുള്ള ഫോമിൽ നമ്മൾ എഴുതി. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ലിമിറ്റ്സ് 0 to infinity മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ log 1 minus d raised to minus x-ൻ്റെ ഡെറിവേറ്റീവ്, ലോഗരിതത്തിൻ്റെ ഡെറിവേറ്റീവ് 1 by അല്ലേ. അപ്പോൾ 1 by 1 minus z e raised to minus x റെസ്പെക്ട് x ആണ് എന്താ പറയുക ഡിഫറൻഷിയേഷൻ നടത്തുന്നത്. സോ 1ൻ്റെ ഡിഫറൻഷ്യൽ 0,
മൈനസ് ഉണ്ട്. സെറ്റ് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ സെറ്റ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ മൈനസ് സെറ്റ് അവിടെ ഉണ്ട്. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1 അല്ലേ. അപ്പോൾ ആ മൈനസും മൈനസും ക്യാൻസൽ ചെയ്തിട്ട് ന്യൂമറേറ്റർ പ്ലസ് ആയിട്ട് മാറും. സെറ്റ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് മാത്രമാവും. ഡിനോമിനേറ്റർ 1/1 മൈനസ് സെറ്റ് ഇ റേസ് ടു മൈനസ് എക്സ്. പിന്നെ അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്, അതേ സാധനം തന്നെ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ 2/3 എക്സ് റേസ് ടു 3/2 dx. ഓക്കെ, നമ്മൾ ഇൻ്റഗ്രേഷൻ ആണ് നടത്തിയത്. ഇൻ്റഗ്രേഷൻ നടത്തിയ സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ലിമിറ്റുകൾ പഴയ ലിമിറ്റുകൾ തന്നെ. ഇൻ്റഗ്രൽ എക്ഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ഓർ വിത്തിൻ ദ ലിമിറ്റ്സ് 0 to infinity. Okay, now put z is equal to infinity. X is equal to infinity ആണ് നമ്മൾ കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പർ ലിമിറ്റ് ഫസ്റ്റ് ടൈം നോക്കി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഇൻഫിനിറ്റി എക്സ് റേസ് ടു ഇൻഫിനിറ്റി റേസ് ടു 3/2 ഈസ് അഗെയിൻ ഇൻഫിനിറ്റി. ഇവിടെ നോക്കാം ഇ റേസ് ടു മൈനസ് എക്സ്, എക്സിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 1/e റേസ് ടു ഇൻഫിനിറ്റി. ഇ റേസ് ടു ഇൻഫിനിറ്റി നമ്മൾ ഇൻഫിനിറ്റി ആണ്, അപ്പോൾ 1/infinity പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ z ഇൻറ്റു 0 എന്നുണ്ട്. z ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ഓക്കെ 0 അല്ലേ. ലോഗ് 1 ആണ്. ലോഗ് 1ൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. പിന്നെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക എന്താ? ഈ ടേം 0 അല്ലേ, 0 റേസ് ടു 3/2. 0 എന്നുള്ള ടേം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. അപ്പോൾ ഈ ടേം ഇൻ്റഗ്രേഷനിലെ ഫസ്റ്റ് ടേം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0 ആണ്. സെക്കൻഡ് ടേം നോക്കാം. മൈനസ് ഇവിടെ ഉണ്ട്, മൈനസ് ഇൻ്റഗ്രേഷൻ അവിടെ നിൽക്കട്ടെ. z e റേസ് ടു മൈനസ് 6. അപ്പോൾ 2/3 ആ ചെയ്ത് ഇനി ആ ഓർഡർ ഒന്ന് മാറ്റി എഴുതിയതാണ്. 2/3 എക്സ് റേസ് ടു 3/2 z e റേസ് ടു മൈനസ് എക്സ് ബൈ 1 മൈനസ് z e റേസ് ടു മൈനസ് എക്സ് dx. ഓക്കെ, 2/3 പുറത്തേക്ക് എടുക്കാം. മൈനസ് 0 മൈനസ് ആണ്. അപ്പോൾ ഈ ടേം മൊത്തം മൈനസ് ആണ്. അപ്പോൾ മൈനസും മൈനസ് ഇവിടെ പുറത്തെ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. 2 × 2 4 ആണ്. 4 ഈ 3 പുറത്തേക്ക് വന്നു. 3 π റേസ് ടു ഹാഫ് ലാംഡ ക്യൂബ്. 4/3 π റേസ് ടു ഹാഫ് ലാംഡ ക്യൂബ് ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. ഇനി ഇൻ്റഗ്രൽ 0 to infinity x റേസ് ടു 3/2 z e റേസ് ടു മൈനസ് എക്സ് ബൈ 1 മൈനസ് z e റേസ് ടു മൈനസ് എക്സ് dx എന്നുള്ള ഫോർമാറ്റിലാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇതേ സാധനത്തിന് അടുത്ത സ്റ്റെപ്പിൽ ഞാനിങ്ങനെ ഒന്നുകൂടി മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് ജസ്റ്റ് മാത്തമാറ്റിക്കൽ റീഅറേഞ്ച്മെൻറ്റ്. ഇവിടെ വരുത്തിയ വ്യത്യാസം നോക്കുക. അവിടെ z e റേസ് ടു മൈനസ് എക്സ് എന്നുള്ള ടേം ഉണ്ട്, പക്ഷേ ഇവിടെ കാണാനില്ല അല്ലേ. ഇവിടെ ന്യൂമറേറ്ററിൽ z e റേസ് ടു മൈനസ് എക്സ് ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മൊത്തം ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയൊക്കെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? z e റേസ് ടു മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. z e റേസ് ടു മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്? 4/3 π റേസ് ടു ഹാഫ് ലാംഡ ക്യൂബ്. ദാറ്റ് ഈസ് ഓൾറെഡി ഔട്ട്സൈഡ് ദാറ്റ് ഇൻ്റഗ്രൽ 0 to infinity x റേസ് ടു 3/2 ഉണ്ട്. ഇത് ക്യാൻസൽ ചെയ്ത് പോയി. z e റേസ് ടു മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്തു. അപ്പോൾ z e റേസ് ടു മൈനസ് എക്സും z e റേസ് ടു മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി. ഡിനോമിനേറ്ററിൽ 1/z e റേസ് ടു മൈനസ് എക്സ് എന്നുള്ള ടേമാണ് ഇവിടെ വരിക. അടുത്തത് മൈനസ് ഇത് ക്യാൻസൽ ചെയ്തിട്ട് 1 ആയി. 1/z e റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ 1/z പകരം z റേസ് ടു മൈനസ് എക്സ് ആയി. 1/e റേസ് ടു മൈനസ് എക്സിന് പകരം e റേസ് ടു എക്സ് ആയിട്ട് മാറ്റി. അങ്ങനെയാണ് നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയായിട്ട് മാറി. 4/3 π റേസ് ടു ഹാഫ് ലാംഡ ക്യൂബ് integral 0 to infinity x raised to 3/2 by z raised to minus 1 e raised to x minus 1.
Okay, now ഈ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ള ടേം ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇനിയൊരു പുതിയൊരു ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് Bose-Einstein function, which is represented as g nu of z. We are going to introduce a new function known as Bose-Einstein function, which is shown as g nu of z. G nu of z is equal to 1 by gamma nu. Gamma function നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിച്ച ഗാമ ഫംഗ്ഷൻ ആണ്. 1 by gamma nu integral 0 to infinity x raised to nu minus 1 by z raised to minus 1 e raised to x minus 1 dx. This function read in the equation number 8, that is the Bose-Einstein function. അതിൻ്റെ form ആണ് ഇത് 1 by gamma nu integral 0 to infinity x raised to nu minus 1 by z raised to minus 1 e raised to x minus 1 dx. Okay, so this ഇവിടെ എഴുതിയ എക്സ്പ്രഷൻ ഇത് നമ്മൾ കണ്ടുണ്ടാവും. ഇതിലെ ഈ ഒരു ടേം എക്സ് റൈസ് ടു 3/2 ഇൻ്റഗ്രേഷൻ 0 to infinity ആണ് ലിമിറ്റ്സ്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഗാമാനി അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള ടേം ഇൻ്റഗ്രേഷൻ 0 to infinity എക്സ് റൈസ് ടു 3/2. ഇവിടെ ന്യൂ മൈനസ് 1 പകരം എന്താണ് നമുക്ക് 3/2 ആണെന്നുള്ള പ്രശ്നമുള്ളൂ. z raised to minus 1 e raised to x minus 1 dx. ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ ന്യൂ മൈനസ് 1 is equal to 3/2 ആണ്. അപ്പോൾ ന്യൂവിൻ്റെ വാല്യൂ എത്ര വരിക? യെസ്, ഓക്കെ, 3/2. 3/2 എന്ന് പറഞ്ഞാൽ 5/2 minus 1 അല്ല, അങ്ങനെ ഒന്നുകിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ന്യൂ മൈനസ് 1 is equal to 3/2. അപ്പോൾ ന്യൂ is equal to 3/2 plus 1. 1.5 plus 1 2.5 or 5/2. അപ്പോൾ ന്യൂവിൻ്റെ വാല്യൂ 5/2 ആയി അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 3/2 z raised to minus 1 e raised to x minus 1 ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ കേട്ടോ. ഇൻ്റഗ്രൽ 0 to infinity x raised to 3/2 z raised to minus 1 e raised to x minus 1 dx. ഇതിന് മൊത്തം പകരമായിട്ട് ഇതിലിപ്പോൾ ഈ ഭാഗം പോലെ അല്ലേ, ഇപ്പോൾ ഗാമാനെ പ്രത്യേകം എടുക്കുക. ഗാമ എന്നുള്ള ടൈം പ്രത്യേകം വന്നാൽ ഗാമ ന്യൂ ഇൻറ്റു ജി ന്യൂ ഓഫ് സെറ്റ് ആണ്. ഗാമ ന്യൂ ഇൻറ്റു ജി ന്യൂ ഓഫ് സെറ്റ് എന്നുള്ള പോലെയാണ് നമ്മുടെ ഈ എക്സ്പ്രഷൻ അല്ലേ. ഇവിടെ ന്യൂവിന് പകരം കിട്ടിയ വാല്യൂ എത്രയാണ്? ന്യൂ ഇസ് ഈക്വൽ ടു ഇവിടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. ന്യൂ മൈനസ് 1 ഇസ് ഈക്വൽ ടു 3/2. അപ്പോൾ ന്യൂ ഇസ് ഈക്വൽ ടു 5/2 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ 0 to infinity x raised to 3/2 by z raised to minus 1 e raised to x minus 1. ഇവിടെ dx എഴുതാൻ പറ്റും. ഇവിടെ dx ഉണ്ട് അവിടെ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? ഗാമ. ന്യൂവിൻ്റെ വാല്യൂ 5/2 g 5/2 of z എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ ജി ന്യൂ ഓഫ് സെറ്റിന് ബോസ്-ഐൻസ്റ്റൈൻ ഫംഗ്ഷന് ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനിൽ ഈ ഒരു ടേം കൂടി ഉണ്ട്. ജി ന്യൂ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി z പ്ലസ് z² by 2 raised to nu plus z³ by 3 raised to nu plus z raised to 4 by 4 raised to nu plus etc. അങ്ങനെയാണ് പോകുന്നത്. ജി ന്യൂ ഓഫ് സെറ്റ് ഇതാണ്. അപ്പോൾ z plus z² by 2 raised to nu plus z³ by 3 raised to nu plus etc. എന്നുള്ളതിന് പകരം ജി ന്യൂ ഓഫ് സെറ്റ് എഴുതി. ദാറ്റ് ജി ന്യൂ ഓഫ് സെറ്റ് is equal to 1 by gamma nu integral 0 to infinity x raised to nu minus 1 divided by z raised to minus 1 e raised to x minus 1 dx ആണ് അല്ലേ. നമുക്ക് ഈ ഒരു ഫോമാറ്റിലാണ് നമുക്കിവിടെ കിട്ടിയതെന്ന് പറഞ്ഞു, 3/2ൻ്റെ ഫോമിൽ. അപ്പോൾ നമുക്ക് എന്തായാലും എഴുതാം ഈ ഒരു formula x raised to integral 0 to infinity x raised to 3/2 by z raised to minus 1 e raised to x minus 1 is equal to gamma of 5/2 g 5/2 of z. Gamma n n minus 1 gamma n minus 1 ആണ്. that is 3/2 gamma 3/2 g 5/2 of z. Gamma 3/2 എന്ന് പറഞ്ഞാൽ 1/2 into gamma 1/2 into that is replaced as this. Gamma 1/2 ൻ്റെ വാല്യൂ √π ആണ്. അപ്പോൾ 3/4 √π g 5/2 of z എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു ഫംഗ്ഷനെയാണ് കൊണ്ടുവന്നത്, Bose-Einstein function, which is given by g nu of z, that is equal to 1 by gamma nu integral 0 to infinity x raised to nu minus 1 divided by
z raised to minus 1 e raised to x minus 1 dx. സോ നമ്മൾ പറഞ്ഞു വന്നത് ഐഡിയൽ ബോസ് സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക്സ് ആണ്. അതിലെ സ്റ്റെപ്സാണ് നമ്മൾ പറയുന്നത്. ഇത് ജസ്റ്റ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സാണ്. പി ബൈ കെ ടിക്ക് പകരം എഴുതിയ എക്സ്പ്രഷൻ, ലാസ്റ്റ് ടേം log 1 minus z by v വന്ന കാര്യം, അതുപോലെ n by vയുടെ കണ്ടീഷനിലും 1 by 1 minus z ആ ടേം വരുന്ന കണ്ടീഷൻ, 1 by അല്ല z by 1 minus z എന്നുള്ള ടേം വന്ന കണ്ടീഷൻ, ഇതൊക്കെ ക്ലിയർ ആവണം. അത് വെച്ച് തെർമോഡൈനാമിക് പ്രഷറിൻ്റെയും പി ബൈ കെ ടി, പി ഈസ് പ്രഷർ അല്ലേ, പ്രഷറിൻ്റെയൊക്കെ ഫോമാറ്റിൽ നമുക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ജി ന്യൂ ഓഫ് സെറ്റ് എന്ന് പറയുന്ന ബോസ്-ഐൻസ്റ്റീൻ ഫംഗ്ഷനും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ z plus z square by 2 raised to nu plus z cube by 3 raised to nu plus z raised to 4 by 4 raised to nu plus etc. എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ അതിനെ മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ബോസ്-ഐൻസ്റ്റീൻ ഫംഗ്ഷൻ, വിച്ച് ഇസ് ജി ന്യൂ ഓഫ് z, and its form is 1 by gamma nu integral 0 to infinity x raised to nu minus 1 whole divided by z raised to minus 1 e raised to x minus 1 dx എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ ഫംഗ്ഷൻ കിട്ടി. നമ്മുടെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ എക്സ് റൈസ് ടു ഇൻ്റഗ്രൽ 0 to infinity എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. ആ ഇൻ്റഗ്രേഷനുള്ള എക്സ് റൈസ് ടു 3/2 ഉണ്ട്, ബൈ z raised to minus 1 e raised to x minus 1 എന്നുള്ള ടേം ഉണ്ട് അല്ലേ. അപ്പോൾ അതൊരു ബോസ്-ഐൻസ്റ്റീൻ ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് നമുക്കതിനെ മാറ്റി എഴുതാൻ സാധിക്കും. അങ്ങനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് x raised to 3/2 integral 0 to infinity x raised to 3/2 by z raised to minus 1 e raised to x minus 1 എന്നുള്ളതിന് പകരം ഗാമ 5/2 g 5/2 of z എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 3/4 into root pi into g 5/2 of z എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഈ റിസൾട്ട് 3/4 root pi g 5/2 of z, ഇത് എന്തിനു പകരം കിട്ടിയതാണ്? ഇൻ്റഗ്രൽ 0 to infinity x raised to 3/2 by z raised to minus 1 e raised to x minus 1 dx എന്ന് പറയുന്ന ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് 3/4 into root pi into g 5/2 of z. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന x raised to 3/2 by z raised to minus 1 e raised to x minus 1 എന്നുള്ള dx എന്നുള്ള ടേം, ഈ ഇൻ്റഗ്രേഷനുള്ള ടേമിന് പകരം നമുക്ക് കിട്ടിയ ഈ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ p by kt is equal to 4/3 root pi ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്, 1 by lambda cube പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്, അത് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 4/3 root pi ഉണ്ട്. ഈ ഇൻ്റഗ്രേഷനിൽ കിട്ടിയ റിസൾട്ട് എന്താ? 3/4 root pi അല്ലേ. 4/3 root pi എന്നുള്ള ഇവിടെ ഉണ്ട്. ഈ ടേമിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3/4 root pi ആണ്. അപ്പോൾ 4/3 root pi യും 3/4 root pi യും അല്ലേ, ഇതൊക്കെ രണ്ടും ക്യാൻസൽ ചെയ്തു. g 5/2 of z ആണ് ബാക്കിയുള്ളത്. അപ്പോൾ p by kt is equal to നമുക്ക് കിട്ടുന്ന എന്താണ്? 1 by lambda cube into g 5/2 of z. Okay, 1 by lambda cube into g 5/2 of z. So this is an important relation. P by kt is equal to 1 by lambda cube into g 5/2 of z, where g is the Bose-Einstein function and lambda is the mean thermal wavelength. Lambda expression h by root of 2 pi m kt. അപ്പോൾ lambda cube ആകുമ്പോൾ h cube by 2 pi m kt all raised to 3/2 കേട്ടോ. അപ്പോൾ p by kt എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? n by v യുടെ എക്സ്പ്രഷനും ചെയ്തുകൊണ്ടുവരണം. n by v is equal to നമ്മൾ ഓൾറെഡി എഴുതി വെച്ച എക്സ്പ്രഷൻ ഇതാണ്. 2 pi by h cube 2m raised to 3/2
integral 0 to infinity epsilon raised to half d epsilon by z raised to minus 1 e raised to beta epsilon minus 1 plus 1 by v into 1 by v into z by 1 minus z. 2 pi by h cube 2m raised to 3 by 2 integral 0 to infinity epsilon raised to half d epsilon by z raised to minus 1 e raised to beta epsilon minus 1 plus 1 by v into z by 1 minus z. Z by 1 minus z എന്താണ് n0. അപ്പോൾ z by 1 minus z by v ക്ക് പകരം n0 by v. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ എക്സ്പ്രഷനിൽ പ്ലസ് എന്നുള്ള ടേം 1 by v ഇൻറ്റു z by 1 minus z ന് പകരം n0 by v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ n by v ഈസ് ഈക്വൽ ടു 2 pi by h cube 2m all raised to 3 by 2 integral 0 to infinity epsilon raised to half d epsilon divided by z raised to minus 1 e raised to beta epsilon minus 1 plus n0 by v. Okay, n0 by v ne left hand side like konduva. So n minus n0 by v that is equal to 2 pi by h cube 2m raised to 3 by 2 integral 0 to infinity epsilon ന് പകരം നമ്മൾ നേരത്തെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ബീറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പോൾ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ബീറ്റ. എക്സ് ബീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കെ ടി ആണ്. അപ്പോൾ കെ ടി ഇൻറ്റു എക്സ് എന്ന് കിട്ടും. സോ കെ ടി ഇൻറ്റു എക്സ് ഓൾ റേസ് ടു ഹാഫ് എപ്സിലോൺ റേസ് ടു ഹാഫ് എന്ന് പകരം കെ ടി ഇൻറ്റു എക്സ് ഓൾ റേസ് ടു ഹാഫ് എന്ന് വരും. ഡി എപ്സിലോണിന് പകരം കെ ടി ഇൻറ്റു ഡി എക്സ് എന്ന് വരും. z raised to minus 1 അങ്ങനെ തന്നെ e raised to beta epsilon ന് പകരം x minus 1. ഓക്കെ, ഇവിടെയും കെ ടി റേസ് ടു ഹാഫും കെ ടി റേസ് ടു കെ ടി എന്നുണ്ട്. കെ ടി റേസ് ടു ഹാഫ് ഇൻറ്റു കെ ടി ഇസ് ഈക്വൽ ടു കെ ടി റേസ് ടു 3 by 2. ഇത് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമ്മൾ നേരത്തെ പോലെ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു. 2 pi by h cube 2m kt all raised to 3 by 2 integral 0 to infinity x raised to half dx by z raised to minus 1 e raised to x minus 1. Okay, 2 pi by h cube 2m kt all raised to 3 by 2 integral 0 to infinity x raised to half dx by z raised to minus 1 e raised to x minus 1. The second term integral 0 to infinity that can be written in terms of Bose-Einstein function. This term in Bose-Einstein function format integral 0 to infinity x raised to nu minus 1 dx by z raised to minus 1 e raised to x minus 1 is equal to gamma nu into g nu of z. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. ഇവിടെ ന്യൂ മൈനസ് 1 പകരം ഇവിടെ ഉള്ളത് എന്താ, നമുക്ക് 1/2 ആണുള്ളത്. അപ്പോൾ ന്യൂവിൻ്റെ വാല്യൂ എത്രയാണ്, 3/2 എന്ന് വരും അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to infinity ഈ ഒരു പോർഷൻ മാത്രമാണ് എടുത്ത് എഴുതിയത്. x raised to half dx by z raised to minus 1 e raised to x minus 1 is equal to gamma of nu minus 1 1/2 ആണെങ്കിൽ nu is equal to 3/2 അല്ലേ. gamma of 3/2 g 3/2 of z. gamma 3/2 എന്നാൽ 1/2 root pi. 3/2 എന്നാൽ 1/2 into gamma 1/2 ആണ്. gamma 1/2 ൻ്റെ വാല്യൂ root pi ആണ്. that is from mathematical physics, special functions of mathematical physics, and from that you can write 1/2 into root pi g 3/2 z. Now 2 pi by h cube 2m kt all raised to 3/2 എന്നുള്ള ഇതിലെ കൂടെ എന്തുകൂടി വരുന്നുണ്ട്, 1/2 into root pi g 3/2 of z അല്ലേ. അപ്പോൾ 1/2 എന്നുള്ള ടേം ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ഈ പൈ ഇൻറ്റു റൂട്ട് പൈ റേസ് ടു 3/2 പൈ ഇല്ലാണ്ടാവും, ഉള്ളിൽ മാത്രമായി മാറും. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ റൂട്ട് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയതാണ്. അത്ര ചെയ്യണമെന്നില്ല. ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ റൂട്ട് പൈ ഉണ്ട്. പൈ ഇൻറ്റു റൂട്ട് പൈ പൈ റേസ് ടു 3/2 ആണ്. ഓക്കെ,
2 pi m kt all raised to 3 by 2 by h cube. ഈ 2 ക്യാൻസൽ ചെയ്തു. പിന്നെ g 3 by 2 of z. അപ്പോൾ n minus n0 by v is equal to 1 by lambda cube into g 3 by 2 of z. And p by kt is equal to 1 by lambda cube g 5 by 2 of z. ഈ രണ്ട് ഇക്വേഷൻസും, that is our equation number 7c, p by kt is equal to 1 by lambda cube g 5 by 2 of z, and equation number 9, n minus n0 by v is equal to 1 by lambda cube g 3 by 2 of z. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വഴിയെ കാണും കേട്ടോ. സോ ഈ രണ്ട് ഇക്വേഷൻസും പി ബൈ കെ ടി സി കൊണ്ട് 1 ബൈ ലാംഡാ ക്യൂബ് ജി 5 ബൈ 2 ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ആൻഡ് എൻ മൈനസ് എൻ 0 ബൈ വി ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡാ ക്യൂബ് ജി 3 ബൈ 2 ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഫ്രം ദോസ് ടു ഇക്വേഷൻസ് വി ക്യാൻ റൈറ്റ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് ദ സിസ്റ്റം.